മലപ്പുറത്തെ ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ ഇന്നൊരാൾ മുങ്ങി മരിച്ചിരിക്കുന്നു. ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ഥിരം അപകട മേഖലയാണ്. യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും അല്ലെങ്കിൽ ഒരു സുരക്ഷാ നിർദ്ദേശങ്ങൾ പോലും ഇവിടെ നൽകിയിട്ടില്ല. മുൻപ് ചില സുരക്ഷാ മുൻകരുതലുകളോ അല്ലെങ്കിൽ സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങുന്ന ബോർഡുകളുമെല്ലാം സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിലും അതെല്ലാം സാമൂഹ്യദ്രോഹികൾ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി തന്നെയാണ് ഇപ്പോൾ ഒരു ജീവൻ ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത്. തിരൂർ നിറമരുതൂർ കാളാട് സ്വദേശിയാണ് ഷംസുദ്ദീൻ എന്ന 36-കാരനാണ് മരിച്ചിരിക്കുന്നത്. ഷംസുദ്ദീൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞായറാഴ്ച വൈകുന്നേരത്തെ ട്രെയിനിൽ ചെന്നൈയിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു. ഇതിനിടെ ബന്ധുക്കളായിട്ടുള്ള 4 യുവാക്കൾക്കൊപ്പം ഷംസുദ്ദീൻ കുളിക്കാനായി ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിലെത്തി. ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം എല്ലാ അവധി ദിവസങ്ങളിലും അല്ലെങ്കിൽ അവധി ദിവസമല്ലാത്ത ദിവസങ്ങളിൽ പോലും നിറയെ സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ന് ഷംസുദ്ദീനും അയ്യപ്പനോവ് വെള്ളച്ചാട്ടം കാണാനെത്തിയത്. വെള്ളച്ചാട്ടത്തിന് താഴ്വാരത്തായി നീന്താനും കുളിക്കാനും സൗകര്യമുള്ള ഒരു കുളം ഉണ്ട്. ആ വെള്ളത്തിൽ നീന്തുന്നതിനിടെ ഷംസുദ്ദീൻ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നാട്ടുകാരും കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും എല്ലാം ചേർന്ന് തന്നെ ഉടൻ ഷംസുദ്ദീനെ വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്തു. തുടർന്ന് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഷംസുദ്ദീന് നേരിയ ജീവൻ ബാക്കിയുണ്ടായിരുന്നു എങ്കിൽ പോലും ആശുപത്രിയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ ഷംസുദ്ദീൻ മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. മലപ്പുറം ജില്ലയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം. ഏതാണ്ട് 70 അടി ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും എല്ലാം അവിടെ ചെന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. ഒരുപാട് ജീവനുകൾ അവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. മുൻപ് വെള്ളച്ചാട്ടത്തിനൊപ്പം അല്ലെങ്കിൽ വെള്ളം താഴേക്ക് വീഴുന്നതിനൊപ്പം മുകളിൽ നിന്ന് വീണ ഒരു പാറക്കല്ല് അല്ലെങ്കിൽ ഒരു കല്ല് കഷ്ണം തലയ്ക്ക് വീണ് ഒരു യുവാവ് മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വെള്ളത്തിലിറങ്ങരുത് അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിക്കരുത് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ മുൻപും നാട്ടുകാരടക്കം നൽകിയിരുന്നതാണ്. പക്ഷേ എന്നിട്ടും അവിടെ ആളുകൾ ധാരാളമായി കുളിക്കാനെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ആദവനാട് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം കാണാനെത്തുന്നതിനോ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനോ കുഴപ്പമില്ല. പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്.